ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുക അവരുടെ സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് ആൾക്കാരെ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ആഡ് സ്പെൻഡും പിന്നെ മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തിട്ട് വിത്തിൻ 90 ഡേയ്സ് അറൗണ്ട് 1000 യൂസേഴ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇതിനു പുറമെ ഇതിൽ പേയിങ് കസ്റ്റമേഴ്സിനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതൊക്കെ ഞാൻ ₹1 പോലും മാർക്കറ്റിംഗ് സ്പെൻഡിങ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയത്. ഇതേപോലെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ യൂസേഴ്സിനെ കൊണ്ടുവരുത്താൻ പറ്റും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മെയിനായിട്ട് ഞാൻ 4 സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്തത് എൻ്റെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് യൂസേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വണ്ണാണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിങ്. എൻ്റെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യുന്നതിനേക്കാണ്ടും 2 വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൺസ് എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ഞാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഓൾറെഡി എനിക്ക് ഡിസ്ട്രിബ്യൂഷന് റെഡിയായി കഴിഞ്ഞു. ഇതിനു പുറമെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എൻ്റെ പ്രോബ്ലംസ്, ജേണി, എൻ്റെ എക്സ്പീരിമെൻസ്, ഞാൻ വായിച്ച ബുക്കുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ഉള്ള സ്റ്റോറീസും ടോപ്പിക്സുകളാണ് ഷെയർ ചെയ്തത്. ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ 2 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ട് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തതിന് ശേഷം എൻ്റെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ സ്റ്റേജസിൽ അവർക്ക് യൂസേഴ്സിനെ കിട്ടുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം കറന്റ് സിനാരിയോയിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് 0 മാർക്കറ്റിംഗ് സ്പെൻഡിൽ തന്നെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും. സെക്കൻഡ് വൺ ആണ് ഞാൻ ബാർട്ടർ കൊളാബറേഷൻസ് ആണ് യൂസ് ചെയ്തത്. നമ്മൾ മാഡി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ടൂൾ ആയതുകൊണ്ട് തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇത് വളരെയധികം തന്നെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ പെയ്ഡ് കൊളാബറേഷൻ ചെയ്യുന്നതിന് പകരം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നമ്മളെ പ്ലാറ്റ്ഫോം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ കൊടുത്തു. ഇതിന്റെ നെഗറ്റീവ്സ് എന്താണ്, പോസിറ്റീവ്സ് എന്താണ്, ഇതിൽ എന്തൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. അവർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ. ഇങ്ങനെ ബാർട്ടർ കൊളാബറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഫോളോവേഴ്സിനെയും നമുക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റും. തേർഡ് വൺ ആണ് ഓൾഡ് ഫാഷൻ വേ. ഡയറക്റ്റ് കോൾഡ് DM നമ്മളെ കസ്റ്റമേഴ്സിന് ചെയ്യാന്നുള്ളത്. ഡെയിലി അറൗണ്ട് 100 കോൾഡ് DMs ആണ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അല്ലെങ്കിൽ നമ്മളെ മാഡി പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്തത്. ഇതിനു പുറമെ നിങ്ങൾ ഒരു ബോട്ട് പോലെ മെസ്സേജ് ചെയ്യാതെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ആ പെർട്ടിക്കുലർ ആളുടെ പേര് യൂസ് ചെയ്തിട്ട് അവർക്ക് DM ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവേർഷൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫോർത്ത് വൺ ആണ് SEO ഓർഗാനിക് ട്രാഫിക്കും. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പുറമേയുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ തന്നെ ഇൻഹൗസ് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം കറന്റ് സിനാരിയോയിൽ നിങ്ങൾക്ക് ഇൻഹൗസ് ഒരു മാർക്കറ്റിങ്ങിന് ആളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ROI നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ്. കാരണം SEO എന്ന് പറയുന്നത് റെഗുലറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. SEOയിൽ നിങ്ങളെ ബ്ലോഗ് ആർട്ടിക്കിൾസ് എഴുതുന്നത് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ട്വീക്ക് ചെയ്യുന്നതാവാം, അതല്ല ബാക്ക് എൻഡിലുള്ള SEO വർക്കുകൾ ആവാം. ഇതിനു പുറമെ പല കാര്യങ്ങളും ഉണ്ട്. ഇത് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ROI കിട്ടാൻ ചാൻസസ് കുറവാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ. ഈ 4 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ മാഡി ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സ്ട്രാറ്റജീസ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനും വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതേപോലുള്ള സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. താങ്ക് യു.